പടുത്ത് കായൽപട്ടണം പോയപ്പോ അവിടെ ഉണ്ട് മഹ്ദറത്തുൽ ഖാദിരിയ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു ഖുബ. അതിന്റെ ഉള്ളിൽ കയറിയാൽ എന്റെ ചുമര് നിറയെ എഴുതി വെച്ചിട്ടുണ്ട് മുഹീദ്ദീൻ ശൈഖുല്ലാഹിന്റെ പരമ്പര. മുഹീദ്ദീൻ ശൈഖുല്ലാഹിന്റെ ശിഷ്യന്മാരുടെ പരമ്പരയിൽപ്പെട്ട ഉബൈദുല്ലാഹിൽ ബഗ്ദാദി എന്ന് പറയുന്ന ആൾ അവിടെ വന്നിട്ട് സ്ഥാപിച്ചതാ. അവരെ പരമ്പര, മുഹീദ്ദീൻ ശൈഖുല്ലാഹിന്റെ ബാപ്പ പരമ്പര, ഉമ്മ പരമ്പര, ശൈഖന്മാരുടെ പരമ്പര, മുഹീദ്ദീൻ ശൈഖുല്ലാഹിന്റെ കുറെ പദ്യങ്ങൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു പദ്യം ഞാൻ എന്തിനാണ് ഇപ്പൊ പറയുന്നതെന്നറിയോ? നമ്മുടെ സുന്നികള് പേച്ചുനേവും മുജാഹിദീങ്ങൾ പേടിക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ്. يا غارة الله حث السير مسرعة في حل عقدتنا يا غارة الله. ഖുതുബിയ്യത്ത് മുഹീദ്ദീൻ ശൈഖിനെ ആയിരം പ്രാവശ്യം വിളിക്കുന്നതിന്റെ തുടക്കത്തിൽ ചെല്ലുന്നത് ഇതെന്താ പറയുന്നേ? അള്ളാന്റെ സഹായാണ് സഹായം. എന്നിട്ട് അതിന്റെ ശേഷമുള്ള പദ്യം നമ്മൾ ചെല്ലലില്ല, പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ? ആ മഹ്ദറത്തുൽ ഖാദിരിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി മുഹീദ്ദീൻ ശൈഖിന്റെ ചൊല്ലി പദ്യാണത്. അതിലെന്താണ് അടുത്തതെന്നറിയോ? അടുത്ത പദ്യം وأظلمت جللا والحمد لله لنرتجي كشف ضر ثم حادثة في كل نائبة إلا من الله. ഏത് പ്രശ്നം വന്നാലും, ഏത് മുസീബത്ത് വന്നാലും, ഏത് വിപത്ത് വന്നാലും അത് അല്ലാഹുവല്ലാതെ നീക്കി തരുന്നവനില്ല. ആ അല്ലാഹനെ അല്ലാതെ ഞങ്ങൾ ഖുതുബിയ്യത്ത് ചൊല്ലുമ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. ആ അല്ലാഹുവിനെ മുറുകെ പിടിച്ചോ. ഏത് പ്രശ്നം വരുമ്പോഴും ഒരിക്കലും നിന്റെ ഉറപ്പ് തെറ്റി പോകണ്ട. ഒരു ദിവസവും അല്ലാത്ത മറ്റൊരാൾ നിനക്ക് തരുന്നവനില്ല. എത്ര സങ്കീർണമായ പ്രശ്നമാണെങ്കിലും അതെല്ലാം പടച്ചവന്റെ കാരുണ്യം കൊണ്ടാണ് നീങ്ങിപ്പോകുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശനാകണ്ട. അപ്പൊ അതാണ് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ തന്നെ ചൊല്ലിയത്. അപ്പൊ കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ. അതാണ് 1-ാം ക്ലാസ് മുതൽക്ക് ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങളെ അഖീദ പഠിപ്പിക്കുന്നുണ്ട്. കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹ് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാഹുവിന്റെ കൊടുതി അത് പലത് മുഖേനയാണ്. മരുന്ന് മുഖേന ശിഫ കൊടുക്കുന്നു, ഡോക്ടർ മുഖേന കൊടുക്കുന്നു, യന്ത്രം മുഖേന കൊടുക്കുന്നു, തന്ത്രം മുഖേന കൊടുക്കുന്നു, മന്ത്രം മുഖേന കൊടുക്കുന്നു, കറാമത്ത് മുഖേന കൊടുക്കുന്നു, മുഅ്ജിസത്ത് മുഖേന കൊടുക്കുന്നു, അമ്പിയാക്കൾ മുഖേന കൊടുക്കുന്നു, മലക്കുകൾ മുഖേന കൊടുക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ കൊടുതി പല സൃഷ്ടികളും മുഖേന കൊടുക്കുന്നു. അതിനാൽ കാരണം എന്ന നിലക്ക് ഞങ്ങൾ മഹാന്മാരെ വിളിക്കുന്നു, മഹാന്മാരോട് തേടുന്നു. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലാഹ് അല്ലാതെ തരുന്നവനില്ല. അല്ലാഹു തരാനൊരു കാരണമാ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കല്, അല്ലാഹ് തരാനൊരു കാരണമാ ബദരീങ്ങളെ വിളിക്കല്, അല്ലാഹ് തരാനൊരു കാരണമാ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കല് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. തരുന്നവൻ അല്ലാഹുവാണ്. എവിടെ ശിർക്ക്, എവിടെ ഹറാമ്, എവിടെ കറാഹത്ത്? മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജനങ്ങൾക്ക് വെള്ളം വേണം. അവരെന്താ ചെയ്തത്? മൂസാ നബിയോട് തേടി. ഖുർആനല്ലേ അല്ലേ? ഔഹൈനാ ഇലാ മൂസാ ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു. മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടി. അല്ലാഹ് പറയാണ്, അപ്പൊ നമ്മൾ മൂസാ നബിക്ക് വഴി കൊടുത്തു. നിങ്ങൾ വടി കൊണ്ടടിക്കണം, വടി കൊണ്ടടിക്കണം, പാറക്കടിക്കണം. സുബ്ഹാനല്ലാഹ്, പാറക്കടിച്ചു, വെള്ളം വന്നു. 12 പഴയതാ പൊട്ടി ഒലിക്കുന്നില്ലേ, 12 തോടതാ പൊട്ടി ഒലിക്കുന്നു. സഹായം കിട്ടി. മൂസാ നബിയോടാ തേടിയത്. കൊടുത്തതാരാ? അല്ലാഹുവാണ്. മൂസാ നബിന്റെ മുഅ്ജിസത്ത് മുഖേനയാണ്. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. പക്ഷേ മുഅ്ജിസത്ത് മുഖേന സഹായിക്കും അമ്പിയാക്കള്, കറാമത്ത് മുഖേന സഹായിക്കും ഔലിയാക്കള്, മരുന്ന് മുഖേന സഹായിക്കും ഡോക്ടർ.
ഒരു പെണ്ണുങ്ങൾ പോയിട്ട് ഡോക്ടറെ എൻ്റെ മോളെ രക്ഷിക്കണേ എന്ന് പറയും. ഓ മൗലവിയാടെ നിന്ന് വിട്ടുകൊണ്ടാ വിശീലിക്കത്തായി ഇനി ഇവക്ക് വൈത്ത് കഴിച്ചുകൂടാ, ഇവളെ കല്യാണം കഴിച്ചുകൂടാ, ഇവളെ തിന്നുകൂടാ, കാരണം ശിർക്ക് ചെയ്തു പോയി, ഡോക്ടറെ രക്ഷിക്കണേ എന്ന് പറഞ്ഞില്ലേ. അതൊന്നും ശീർക്കാവൂല, അങ്ങനത്തെ കീർക്കും കൊണ്ട് നടക്കണ്ട, അവിടെ ശീർക്കാവൂല. ഈ പെണ്ണിനറിയാ രോഗം സൂപ്പുന്ന അള്ളാഹ് മാത്രമാണ്. പിന്നെ ഇതൊരു കാരണം എന്നുള്ള എനിക്ക് ഡോക്ടറോട് പറഞ്ഞതാ. ഇരിക്കട്ടെ, ഞാൻ പണ്ട് കുറേ പറഞ്ഞതാ. നമ്മുടെ പാനൂരിൻ്റെ അടുത്ത് മാക്കൂൽ പീടിയര് അലിഹാജി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം മക്കയിൽ ബിസിനസ്സാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കയക്കിയിലൊക്കെ പീടികയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ എൻ്റെ ബന്ധത്തിൽ തൊട്ട് സമീപത്ത് ഒരാളെ മകള് എയർപിന്ന് വായിൽ വെച്ചിട്ട് എന്തോ ചെയ്യുന്ന സമയത്ത് എയർപിന്ന് വീങ്ങിപ്പോയി. അങ്ങനെ അവർ 500 രൂപ സിറാജുലിലേക്ക് നേർച്ചയായി. എയർപിന്ന് അടിയിലെത്തിയ എയർപിന്ന് കയറി വന്ന് പുറത്തേക്ക് പോയി എന്ന്. അതേ ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, നിങ്ങൾ നാട്ടിലാരും എയർപിന്ന് വിങ്ങിനോ ചോദിച്ചാ ഞാൻ അല്ല, അതേ ഇങ്ങോട്ട് പറഞ്ഞതാ. ഞാനത് മുമ്പ് പല പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ഇപ്പൊ ചിലർ കുളൂസ് കറാമത്ത് പറയുമ്പോ കുളൂസ് കറാമത്ത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ മൗലവിമാരെന്ത് ചെയ്തെന്നറിയോ, ഞാൻ കായൽപട്ടണം പോയപ്പോ ഞാൻ സംഭവം പറഞ്ഞിരുന്നു. അതിങ്ങ് ക്ലിപ്പാക്കിയിട്ട് ഞാൻ കുളൂസ് കറാമത്ത് പറഞ്ഞതാണ്. ഞാൻ കറാമത്തൊന്നും അല്ല പറയല്, സിറാജുലിന്റെ ബർക്കത്ത് എന്നാ പറയല്. ഇനി എപ്പോഴൊക്കെ പറഞ്ഞേ കുഴപ്പമില്ല, കറാമത്തിന് ബഹുമാനം എന്ന അർത്ഥം ഉണ്ടല്ലോ, കുത്തുബ് എന്നുള്ളതിന് ലീഡർ എന്ന അർത്ഥം ഉണ്ടല്ലോ, അതുപോലെ അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാനിത് പറഞ്ഞപ്പോ അത് മുറിച്ചിട്ടിട്ട് ഇങ്ങനെ മുജാഹിദീങ്ങൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ എന്നോടാരോ. ഞാൻ ഇന്നലെ അങ്ങ് തൃശ്ശൂർ ജില്ലയെ പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞ ആ മുജാഹിദീകളുടെ കൂട്ടത്തിൽ വിമർശകരുടെ കൂട്ടത്തിൽ കളത്തരീകത്താനും ശരി എല്ലാം ഒന്ന് തന്നെയാണ്, വേറെ ഓരോ കുപ്പിയിലാക്കിയേ ഉള്ളൂ. പിഴച്ചതെല്ലാം ഒന്ന് തന്നെയാണ്, വലാലത്തെല്ലാം കൂടി ഒന്നാം. ആ വലാലത്തുകാരി ആൺകുട്ടികളാണെങ്കിൽ പാനൂര് പോയിട്ട് അലിയാജിനോട് ചോദിക്കല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അതിന് ഞാൻ അഡ്രസ്സ് തരാമല്ലോ, നിങ്ങളോട് ഞാൻ ഒന്ന് പറയട്ടെ, അലിയാജി ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാളാ. നമ്മളെ സംശയം ഉണ്ടാവില്ല, അലിയാജി ഒന്ന് നീറ്റുന്ന ഒന്ന് കണ്ടോട്ടെ ആൾക്കാർ. അലിഹാജി ഇപ്പോൾ ഇവിടെ സദസ്സിലുണ്ട്. അദ്ദേഹം മക്കയെന്നാണ് എന്നോട് വേഗം എന്നോട് അത് പറയേണ്ട ആവശ്യം. അലിഹാജിന്റെ കുടുംബക്കാര് അടുത്ത ആളുകള് ആരെയും ഇതാ ഇവരെ മോളാ, അതാ ബാപ്പാനെയും കാണിച്ചു തരാം, സംശയം വേണ്ട കേട്ടോ. സർവ പുത്തൻവാദികൾ ഓർത്തോണം, സുന്നത്തിയമാത്തിന്റെ കാര്യം നിങ്ങൾ കള്ളം പറയൂല. ഹോസ്പിറ്റൽ പോയാണ് ഓർമ്മ കൂടി ഒന്ന് എണീറ്റുന്നോട്ടെ, മാസ്ക് ഒന്ന് കാര്യങ്ങളി നിങ്ങളെ ശരിക്കും കണ്ടോട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞ സംഭവം എന്നോട് അലിഹാജി പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. സിറാജുൽ ഹുദക്ക് അങ്ങനത്തെ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് സൂക്കേടുണ്ടായിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് അസൂയ ഉണ്ടായിട്ടും കാര്യമില്ല. അത് ദിനേങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ സി അഹമ്മദ് ഹാജി, നേരത്തെ അതാ സി അഹമ്മദ് ഹാജി, അത് അവിടെ തലീകരിയ അദ്ദേഹത്തിന്റെ മകൻ സാദിഖ്, കുട്ടിയുടെ പേര് സാദിഖിന്റെ 2 കണ്ണിനെ കാഴ്ച അങ്ങ് പോയി. അദ്ദേഹത്തിന്റെ അനുജം മൊയ്തുവാജി ഇവിടെ എങ്ങാനുണ്ട്, അത് അവിടെ നിൽക്കുന്നത് എഞ്ചിനീയറാ. അതെ, അങ്ങനെ മൊയ്തു വന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് ഹാജിയായിട്ടില്ല എന്ന് എൻ്റെ ഓർമ്മ. ഇവിടെ തുടങ്ങിയ കാലത്താ പള്ളി ഉണ്ടാക്കിയ ഉടനെയാ ഈ പള്ളി. എന്നോട് തന്നെ പറഞ്ഞു മധുരയിലടക്കം കൊണ്ടുപോയിട്ട് യാതൊരു നിർവാഹമില്ല, 1000 രൂപ നേർച്ചയാക്കി ഹിന്ദുസ്ഥാനത്ത് വേർക്കണമെന്ന്. അൽഹംദുലില്ലാ, കുട്ടികളെ കൊണ്ട് വേർന്നു. ആ കുട്ടിക്ക് അല്ലാഹു കാഴ്ച തിരിച്ചു കൊടുത്തു. ആ കാഴ്ച തിരിച്ചു കൊടുത്ത കുട്ടി അവർ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് അത്ഭുതമാണ്, അത്ഭുതം എന്ന കുട്ടീനെ വിളിച്ചു ഡോക്ടർമാര്. അത്ഭുതം തന്നെ ഡോക്ടർ ഫസൽ ഗഫൂറാണ്. സിറാജുൽ ഹുദക്ക് അല്ലാഹു തന്ന ഒരു നിയമത്താ. ഇപ്പോഴും ബാപ്പയും ബാപ്പന്റെ അഞ്ചനും, ബാപ്പ പിന്നെ സലാലയില, അന്ന് അദ്ദേഹം സലാലയില 5000 രൂപ എനിക്ക് കൊടുത്തത് നേർച്ചയാക്കി 1000. ഞാനിത് പറഞ്ഞത് ഇങ്ങനെ അഡ്രസ് സഹിതമുള്ള 100 കണക്കിന് സംഭവം അൽഹംദുലില്ലാ സിറാജുൽ ഹുദക്ക് അല്ലാഹു തആല തന്നത് ജീവനോടെ കാണിച്ചു തരാൻ കഴിയും. പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ പേര് അദ്ദേഹം, നിങ്ങൾ ഈ കുട്ടിയുടെ ആരെയും? എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിലെ മകനാണ്. ഇത് അലിഹാജിയുടെ മുൻകഴിയുള്ള ബന്ധം എൻ്റെ ഉപ്പാൻ്റെ ബംഗളമാണ്. പിന്നെ ഷാദി എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ്. ഷാദുലി കുട്ടിയുടെ ഭർത്താവ്. കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷം. 12 വർഷം. എത്ര കുട്ടികൾക്ക്? 3 കുട്ടികൾ. അപ്പോൾ
ആ കുട്ടിൻ്റെ പേര് ഫാത്തിമത്ത് ഷുഹൈബ. ഫാത്തിമത്ത് ഷുഹൈബ. ഈ സംഭവം നടന്ന കുട്ടീൻ്റെ പേര്. അവളൊരു പിന്നെ അവളുടെ വയറ്റിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അത് പുറത്തു വരാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. കൂടുതൽ സിറാജുലുദ്ദീനിലേക്ക് നേർച്ച ചെയ്ത് 500 രൂപ. അങ്ങനെ പിന്നീട് ആ സൂചി പുറത്തേക്ക് വന്നു എന്ന് എന്നോട് ഈ ഇരിക്കുന്ന അലിഹാജി മക്കയിൽ നിന്ന് പറഞ്ഞു. അത് ഞാൻ ചില സ്ഥലങ്ങളിൽ അന്ന് തന്നെ പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ നമ്മുടെ വിഗ്രഹത്തിൽ നിങ്ങൾ പങ്കെടുത്തത് കുട്ടിയായിട്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളവിടെ വിഗ്രഹത്തിൽ നിന്ന് പങ്കെടുത്തപ്പോൾ ഞാൻ ആ സംഭവം നിങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് പറഞ്ഞിരുന്നു. അത് നിങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തില്ല. നിങ്ങളത് അംഗീകരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതാണല്ലോ. നിങ്ങൾ വന്നത് തന്നെ ഞാൻ എൻ്റെ റൂമിൽ വിളിച്ച് ക്ലാസ് തന്നു. അങ്ങനെ ആ ക്ലാസ്സിൽ ഞാൻ പറയേണ്ടി എന്തെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അവിടെ വന്നിരുന്നതാണെന്നും പ്രസംഗിച്ചതായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ശരിയല്ല, കളവാണ്. നിങ്ങൾ പ്രസംഗിക്കുന്നതിൻ്റെ ഇടക്കാണ് ഞങ്ങൾ വന്ന് കയറിയത്. നിങ്ങൾ സിറാജുലുദ്ദീനിലേക്ക് നേർച്ചയാക്കുകയും നേർച്ചയ്ക്ക് ശേഷം പിന്നെ പുറത്തു വരികയും ചെയ്തുകൊണ്ട് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ലേ? ശരിയാണ്. അങ്ങനെ തന്നെയല്ലേ സംഭവം? അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ലാസ്റ്റ് ഘട്ടത്തിൽ സിറാജുലുദ്ദീനിലേക്ക് നേർച്ചയാക്കി 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ സൂര്യ പുറത്തേക്ക് വന്നു. അത് അവളുടെ വായിലൂടെയല്ലേ പുറത്തു വന്നു? വായിലൂടെ. സുമാർ ഈ നേർച്ചയാക്കിയതും അതുപോലെ ഈ പിന്നെ പുറത്തു വന്നതും എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും? നേർച്ചയാക്കിയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പുറത്ത് വന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും? ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ മുമ്പ് സൂചി ഉള്ളിൽ പോയതിന് ശേഷം. സൂചി ഉള്ളിലേക്ക് പോയ ഉടനെ തന്നെ അറിഞ്ഞിട്ടുണ്ടോ? ആ സമയം തന്നെ അറിഞ്ഞിട്ടുണ്ട്. ശ്വാസത്തിന് തടസ്സം വന്നിരുന്നു. അന്നേരമാണ് ഇവള് പിന്നെ മാഷ്മാരോട് പറഞ്ഞ് മാഷ്മാർ തലശ്ശേരി ഇന്നരയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഈ സംഭവം നടന്നത് സ്കൂളിൽ വെച്ച് ഇക്ര പാനൂർ. സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് കുട്ടി പറഞ്ഞത് എന്ന് ഒരാൾ എഴുതിയത്. ശരിയല്ല. അപ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ടാണ് സൂചി പറഞ്ഞ വിവരം അറിഞ്ഞത്, എഴുതിയത് കണ്ടു. അത് ശരിയല്ല. ആ സമയം തന്നെ അറിഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ കുടുംബങ്ങളാരും കൂടെ ഉണ്ടായിരുന്നു? സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആരുമില്ല, മാഷ്മാർ. നേറ്റ് അവിടുന്ന് ഇവള് പറഞ്ഞ് ഉമ്മാനെ വിളിക്കണ്ട, എൻ്റെ ഉമ്മാമനെയും വിളിച്ചാൽ മതി. അപ്പം അവരെ വിളിച്ച് വീരറിയിച്ച് ഇന്നലെ എന്ന് പറഞ്ഞ് വേഗം കോഴിക്കോടേക്ക് വിട്ടോ. അന്നേരമാണ് ഇവരെ വിളിച്ചത്. ഈ നേർച്ച ചെയ്തത് ആരാണെന്ന് പറയാൻ പറ്റും? നേർച്ച ഞാനും ചെയ്തിന്, എൻ്റെ ഭാര്യ എൻ്റെ അനുജത്തിയും ചെയ്തിന്. രണ്ടാളും നേർച്ച ചെയ്തിന്. രണ്ടാളും സിറാജുലുദ്ദീനിലേക്കാണ് നേർച്ച ചെയ്തത്. എത്ര രൂപ നേർച്ച? ഞാൻ ആദ്യം 500. പിന്നെ അവൾ ചെയ്ത് തിരിയാന്ന് എനിക്ക് പറയാൻ പറ്റൂല. അത് പലരെടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലരും ദ്വാരന്നിട്ടുണ്ട്. ഞാൻ അർമലും പോയി ദ്വാരന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ സിറാജുലുദ്ദീനൊക്കെ നേർച്ചയാക്കിയത്. അതിൻ്റെ ശേഷം പിന്നെ വന്നത്. ബഹുമാനപ്പെട്ട മർഹൂം രാമജി തങ്ങളുടെ അവർക്ക് സന്തോഷം കൊടുക്കണം. ആമേൻ. ഞാൻ ആദരിക്കുന്ന ഒരാളാണ്. നമ്മുടെ സംഘടനയിൽ ബന്ധപ്പെട്ട ആളല്ലെങ്കിൽ സയ്യിദാണ്, ആലിമാണ്. ഞാൻ ഒരു മരിച്ചിട്ട് പോയതിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കാണുന്നത് വരക്കാൻ പറയാറുണ്ട്. കുറഞ്ഞുകൊണ്ട് നല്ല ബന്ധമാണ്. അപ്പോൾ തങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? അവിടുന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് ഇങ്ങ് കൂട്ടിക്കോ. ആ ഒരു ഓപ്പറേഷത്തിന് പറയും നിൽക്കണ്ട, ചെറിയ കുട്ടിയാണ്, പല പേര് ദോഷവും വരും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ അവിടെ പോയിട്ട് വെള്ളം മന്ത്രിപ്പിച്ചിട്ട് വാങ്ങി. അത് എത്ര കുപ്പി വെള്ളം? ഒരു 7-Upൻ്റെ വലിയ ബോട്ടിൽ. അത് ഇത്ര ദിവസം കുടിക്കണമെന്ന് പറഞ്ഞു? ഇല്ല, അത് ഒത്തിരി ദിവസമൊന്നും അറിഞ്ഞില്ല, കുടിക്കേണ്ട സമയം പറഞ്ഞതിന്. ഇങ്ങനെ പറയുന്നത്, തങ്ങൾ നാട്ടിലെത്തി, മൊയ്തു ഹാജി നാട്ടിൽ വന്നു, തങ്ങൾ 27 ദിവസത്തേക്ക് വെള്ളം മന്ത്രിച്ചു കൊടുത്തു. അങ്ങനെ 27 ദിവസം നിങ്ങളോട് പറഞ്ഞില്ല? ഇല്ല, തങ്ങൾ അന്ന് തന്നെ നാട്ടിലെത്തിന്. പിന്നെ അപ്പോൾ തങ്ങൾ 27 ദിവസത്തേക്ക് വെള്ളം മന്ത്രിച്ചു കൊടുത്തു. 27 ദിവസം വെള്ളം കുടിച്ചു. 27ാം ദിവസം കുട്ടി ഉമ്മയോട് പറഞ്ഞു, വയറ്റിൽ നിന്ന് മുകളിലേക്ക് എന്തോ ഉരുണ്ട് കയറുന്നത് പോലെ തോന്നുന്നുണ്ടെന്ന്. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചുമ വന്നു. ആ ചുമയിൽ സൂചി മുട്ട് മുകളിലായി പുറത്തു ചാടി. ഇങ്ങനെ ഒരു സംഭവം ഉമ്മാനോട് പറഞ്ഞില്ല. ഞാനും മോളും മാത്രമേ ഉള്ളൂ. നിങ്ങളും മോളും പിന്നെ ഷോയിലും ഉണ്ടാവും ചില സമയം. അല്ല, 27 ദിവസം അല്ല, 27 ദിവസമൊന്നും പറഞ്ഞിട്ടില്ല. മൂപ്പർ പറയുകയും ചെയ്യും എങ്ങനെ പലർക്കും മന്ത്രിച്ച് കൊടുത്തുകൊണ്ട് വരുന്നുണ്ട്. സൂചിൻ്റെ ആദ്യമായിട്ടാണ് ഇത് വെക്കാം.
എന്നും പറഞ്ഞിന്. അതെ. മൊത്തം ഈ പിന്നെ കുട്ടിയുടെ ശരീരത്തിൽ സുമാർ എത്ര ദിവസം നിന്നിട്ടുണ്ടാവും? ഒരു 21-22 ദിവസം വന്നിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നോ? ആ ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് അന്നേരമാണ് നേർച്ചയാക്കിയത് സിറാജുൽ ഹുദക്ക്. 2-3 ദിവസം ഇനി ബാക്കിയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരാളെയും കൂടി കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് ബാംഗ്ലൂരേക്ക്. അപ്പോൾ അപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങ് പോന്നു, പിന്നെ പോയിട്ടില്ല. അപ്പോൾ തങ്ങൾ ഈ സൂചി തങ്ങൾക്ക് കൊടുത്തേക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നോ? സൂചി കിട്ടിയ തങ്ങൾ അന്ന് ഇത്തിക്കാഫിലായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞാൽ എന്തോ ഈദ് മുബാറക്കാട്ടം വിളിച്ചപ്പോൾ എന്നോട് പറയും, മൊയ്തൊക്കെ എങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സൂചിയും എടുത്തോ, ഒഴിവായിക്കളണ്ടാവും. ഞാൻ താങ്കളോട് ചെയ്തങ്ങ് എറിഞ്ഞാൽ താങ്കളെ ഞാനത്രയാണ് കുട്ടികൾ അതിനാ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എടുത്തോന്നു അവിടെ ഒഴിവാക്കണ്ട, പുറത്തേക്ക് ഒഴിവാക്കണ്ട, ഇങ്ങ് എടുത്തോന്നു. അങ്ങനെ ഞാൻ അവിടെ പോകുമ്പോൾ കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്ക് ഞാൻ കൊടുത്തു പോയി എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ നിങ്ങൾ സൂചി അറിഞ്ഞേ വരും, നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നിങ്ങളറിയാതെയാണ് ഞാൻ നേർച്ചയാക്കിയത്. നേർച്ച കൊണ്ട കൊടുക്കുമ്പോൾ ഇവരില്ലല്ലോ. നിങ്ങളറിയുന്നല്ലോ. വേറെ ഒരു പൈസ കൊടുത്താച്ചാൽ ഫസലുദ്ദീൻ്റെ അടുത്താ കല്ലർക്കല. ഇല്ല, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ട് ലാസ്റ്റ് ആണ് ബാംഗ്ലൂരിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഓപ്പറേഷനിൽ പോകാൻ നോക്കുമ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നത്, നേർച്ചയാക്കുന്നത്. അപ്പോൾ ആ നേർച്ച കഴിഞ്ഞ് 2 ദിവസം കൊണ്ടാണ് സാധനം വരുന്നത്. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ അനുഭവം. എൻ്റെ അനുഭവം എനിക്കും അറിയാൻ പറ്റും. അതെ, തീർച്ചയായും. ഒത്തിരി ആവശ്യമുണ്ട്. സിറാജിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ? എനിക്ക് നല്ല അഭിപ്രായം. നല്ലൊരു അഭിപ്രായമുണ്ട്. ഓരോ കടയിൽ വലിയൊരു വെട്ടി വെടിച്ചതും ഇത്രയുള്ളൊരു വെട്ടിയാണ്. ഒരു മാസം ചുരുങ്ങിയത് 1200 റിയാൽ, 1100, 900 ഇങ്ങനെയെല്ലാം വരുമില്ല. ഓ, നിങ്ങൾ വെച്ച വെട്ടി. നിങ്ങൾ എന്നെ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഒരാൾ പറയുന്നത് വേണ്ട, എന്നോട് നേരത്തെ ചോദിക്കാൻ പറ, ഞാൻ പേടിയങ്ങ് മാറ്റിക്കൊടുക്കാം. നിങ്ങൾക്ക് അതുപോലെ പല അനുഭവങ്ങളും സിറാജിലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ സാധനം പറയാറുണ്ട്. വേറെ അനുഭവം പറയാൻ പറ്റുന്നുണ്ട്? സ്വന്തമായിട്ടുള്ളത് നമ്മൾ കടയിൽ ഇങ്ങനെ രാവിലെ ഡ്യൂട്ടിയിൽ ഞാനാണ് ആശയം ഇങ്ങനെ ഇപ്പോൾ എന്താ ഒരു കരിഞ്ഞ മണം, പുകയുടെ ഒരു മണം. ഞാൻ ആശയങ്ങളോട് പറഞ്ഞ് കടയിൽ നേരെ കയറി ഒന്ന് നോക്കി എന്തെങ്കിലും ഇട്ടിട്ടാണെന്ന് നോക്കി അവിടെ കയറി നോക്കിയപ്പോൾ അല്ലിക്ക പുക വരുന്നുണ്ടെന്ന് പറഞ്ഞു. പുക വരുന്നുണ്ട്, എന്തോ തീയാത്ത പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, മേശ തുറന്നു. എൻ്റെ ഓർമ്മ 50 റിയാൽ എടുത്തിട്ട് സിറാജിൽ പെട്ടിയുണ്ടാവും, അതിനകത്തേക്ക് ഇട്ട് ഞാൻ ഉടനെ ഭക്ഷണം സംഭവിക്കരേ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നേരെ ഓടിക്കീരി വെക്കുമ്പോൾ ഞാൻ നമ്മളെ ഹജ്ജിൻ്റെ ആ സീസണാണ്. ഹജ്ജ് കഴിഞ്ഞ ഉടനെ അപ്പോൾ ഫുള്ള് സാധനം 10-15 ലക്ഷം റിയാലിൻ്റെ സാധനം ഉണ്ടാവും. ഇങ്ങനെ തീ കത്തിവരെ അതിൻ്റെ പുക കൊടുക്കും. ഞാൻ ആശുവിൻ്റെ താഴത്തേക്ക് ഓടിച്ചിട്ട് പറഞ്ഞു, നമ്മൾ തീക്കെടുക്കുന്ന തഫായ തീക്കെടുത്താൽ വയ്ക്കുന്നത്, അതെടുത്തിട്ട് മേലോട്ട് എറിയുന്നില്ല. മേലെ ഓപ്പണുള്ള സ്ഥലം വേണ്ടി അതുകൊണ്ട് മേലെ ഇറങ്ങിയെന്നപ്പോൾ ഞാനത് വെച്ചടിച്ചു, തീ കെട്ടും, ബോക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി തീ മൊത്തം ഒഴിവായി. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു തആല നാഫിയായ ഇൽമിനെ ഏറ്റി തരട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് അതെ, നിങ്ങളോടെല്ലാം ഞാൻ വസിയത്ത് ചെയ്യാണ്. എൻ്റെ പാപ്പാൻ്റെ ആണ്ടിൻ്റെ സമയമാണിപ്പോൾ. ദുൽഖഅദ് ലാസ്റ്റ് ദിവസമാണ് എൻ്റെ പാപ്പ മരിച്ചത്. അല്ലാഹു തആല അവിടുത്തെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഒടുങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ പാപ്പാൻ്റെ പേരിൽ യാസീൻ ഓതണം, അതുപോലെ തന്നെ തഹ്ലീൽ ചൊല്ലണം, ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യാണ്. ഇപ്പോൾ സമയം ഇല്ല, നമുക്ക് ഹദാദി വിളിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കട്ടെ. സമയം കുറച്ച് വൈകിപ്പോയി അല്ലേ, സാരമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം മുതൽക്ക് അസർക്ക് തന്നെ ആക്കണം. നമ്മളെ അസറിന് തന്നെ നമ്മൾ സാധാരണ ദിക്റുകൾക്ക് അസറിന് തുടങ്ങും. അസറിന് ശേഷം ഇൻഷാ അല്ലാഹ് 9 മണിക്ക് മുമ്പ് പിരിയുകയും ചെയ്യുക. ആ രൂപത്തിൽ അടുത്ത ദിക്റുകൾക്ക് മുതൽക്ക് അങ്ങനെയാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അസറിന് തന്നെ വന്നാൽ മതി. നല്ല സുഖമാണ്, നമുക്ക് നേരത്തെ തന്നെ പോവാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد على آل وأصحاب سيدنا ومولانا محمد.
അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും ഞങ്ങളെ എല്ലാ അമലുകളും സിറാജുൽ ഹുദയും അതുമായി ബന്ധപ്പെട്ട എല്ലാ അമലുകളും ഞങ്ങളുടെ സംഘടനകളും സ്ഥാപനങ്ങളും ഞങ്ങളുടെ ചലനങ്ങളും മടക്കങ്ങളും ക്ലാസ്സുകളും വേദകളും പ്രസംഗങ്ങളും ദിവസങ്ങളും ഞങ്ങളെ ഏത് പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടുണ്ടോ നീ അത് കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങൾ ഉദ്ദേശിച്ചവരുടെ ഖബറിൽ പ്രത്യേകിച്ചും മഹാനായ പുല്ലൂക്കര ഉസ്താദിൻ്റെയും തസ്നീമിൻ്റെയും ഈ പാവപ്പെട്ട എൻ്റെ ബാപ്പയുടെ ഖബറിലും നീ എത്തിക്കണേ അല്ലാ. അതുപോലെ ഇവിടെ പലരുടെയും ആണ്ട് നടക്കുന്നു എന്നറിയിച്ചു, മരിച്ചവരുടെ പേരുകൾ പറഞ്ഞു. അല്ലാഹുവേ, മരിച്ചു പോയ മുഴുവൻ ആളുകളെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാ. അവരുടെ ഖബറുകളിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരും ഞങ്ങളുമൊക്കെ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ കബൂൽ ചെയ്യണേ അല്ലാ. കിബ്റ്, ഉജ്ബ്, റിയാഅ്, ഹസദ്, അമല്, ഹിർസ്, ബിദ്അത്ത്, ശഹ്വത്ത്, ഗളബ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ റിയാഇന്റെ ലോകമാന്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നവരാക്കരുതേ അല്ലാ. ഇഖ്ലാസുള്ള അടിമകളാക്കണേ അല്ലാ. നിസ്കാരത്തിൽ ഖുശൂഅ് തരണേ അല്ലാ. അമലുകളിൽ ഇഖ്ലാസ് തരണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്യുന്നവർക്ക് നീയാണ് ഫലം കൊടുത്തവൻ, നീയാണ് കൊടുക്കുന്നവൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം തന്നെ പരിഹരിക്കാൻ കഴിയൂല, ഞങ്ങളെ രോഗം തന്നെ സുഖപ്പെടുത്താൻ കഴിയൂല, ഞങ്ങൾക്കൊന്നിനും കഴിയൂല. കഴിവുള്ള റബ്ബ് നീയാണ്. ഈ സ്ഥാപനം നിനക്കറിയാമല്ലോ അല്ലാ. 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്ന് നിന്റെ ദീന് ഹഖായ നിനക്ക് കേൾക്കാനോ പറയാനോ നടപ്പാക്കാനോ ഉള്ള സാഹചര്യം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിന്റെ മാത്രം കണ്ട് നിന്റെ മേൽ തവക്കുലാക്കി ഞങ്ങൾ തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. നീ സ്ഥാപനത്തിന് തന്ന ബറക്കത്തുകൾ നിലനിർത്തണേ അല്ലാ. ആരെവിടെ നിന്ന് നേർച്ച ചെയ്തോ സദഖ ചെയ്തോ, ആരിവിടെ വന്ന് ദുആ ചെയ്യിപ്പിച്ചോ, നീ അവർക്ക് ഫലം കൊടുക്കണേ അല്ലാ. നീ അവർക്ക് ഫലം നൽകണേ അല്ലാ. നീ അല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. അതുറക്കെ പറയുന്നവരാണ് ഞങ്ങൾ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ദുആക്കും ഞങ്ങളെ അമലുകൾക്കും മുഴുവനും നേർച്ചകൾക്കും സദഖകൾക്കും എല്ലാം ഫലം നൽകണേ അല്ലാ. പടച്ചറബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ തഖ്വയോടെ ആരോഗ്യത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ആരീ സ്ഥാപനത്തിലേക്ക് നേർച്ച തന്നവർ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ, ആർക്കെന്ത് ചെറുത് വലുത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. എവിടെ ഗർഭിണികളുണ്ടോ സുഖപ്രസവത്തിൽ ഖൈറായ കുട്ടിയെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആര് മക്കളില്ലാത്തവരുണ്ടോ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ആര് ഇണകളില്ലാത്തവരുണ്ടോ ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. ആര് ജോലിയില്ലാത്തവരുണ്ടോ അനുയോജ്യമായ ജോലി നൽകണേ അല്ലാ. ജോലിയിൽ എന്ത് പ്രശ്നമുണ്ടോ നീ പരിഹരിക്കണേ അല്ലാ. ഏത് ബിസിനസ്സിൽ എന്ത് പ്രശ്നമുണ്ടോ നീ പരിഹരിക്കണേ അല്ലാ. ബിസിനസ്സും ജോലിയും ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്ത തടസ്സങ്ങളുള്ളവർ ഞങ്ങളിൽ പലരുമുണ്ട്. നീ ആ തടസ്സം നീക്കി കൊടുക്കണേ അല്ലാ. നീ നീക്കി കൊടുക്കണേ അല്ലാ. നീ നീക്കി കൊടുക്കണേ അല്ലാ. ഹജ്ജിന് പോകാനോ ഉംറക്ക് പോകാനോ നാട്ടിന് വരാനോ ആർക്കെന്ത് തടസ്സമുണ്ടോ നീ നീക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കള് പ്രയാസം, മക്കള് നന്നാകാതെ എന്തെല്ലാമോ ചെയ്ത്
മനപ്രയാസപ്പെടുന്ന രക്ഷിതാക്കളുണ്ട്. സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെയും സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലാ. സന്തപന പരമ്പരയിൽ ശിഷ്യ പരമ്പരയിൽ ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ എടുക്കുന്ന ഏത് ജോലിയുണ്ടോ, ബിസിനസ് ഉണ്ടോ, പഠനമുണ്ടോ, അധ്യാപനമുണ്ടോ, സ്ഥാപനമുണ്ടോ, സംഘടനകളുണ്ടോ, അതെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇന്നത്തെ ഭക്ഷണം തന്നവരും ഇവിടെ വന്നവരും വരാതെ തന്നെ ദുആ കൊണ്ട് പറഞ്ഞവരും ആരെല്ലാം ഉണ്ടോ, ഞങ്ങളെ ഖൽബിലുള്ള ഖൈറായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ അല്ലാ. സർവ മുസീബത്തുകൾ, രോഗങ്ങൾ, ഞെരുക്കങ്ങൾ, കടങ്ങൾ തട്ടിക്കളയണേ അല്ലാ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ. പലരുടെ കയ്യിലും ഹക്ക് കുടുങ്ങിയവരുണ്ട്, നീ തിരിച്ചെത്തിക്കണേ അല്ലാ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.